Hello everyone, welcome back to a new video. Today we'll be discussing an essay from the critical studies paper, that is Whose Imagine Community by Partha Chatterjee. And we won't be going through the essay on a paragraph wise, we'll just be going over the main points like an overview. Okay. So, Whose Imagine Community is a book by Partha Chatterjee, a prominent Indian political theorist and scholar, and it critically engages with an essay or a concept by Benedict Anderson about imagined communities. And here, Chatterjee particularly applies this concept of imagined communities to the context of post colonial India. അപ്പോൾ നേഷൻ അതുപോലെ നാഷണലിസത്തിനെ കുറിച്ച് പറയുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ് ഒരു നേഷൻ അല്ലെങ്കിൽ നാഷണലിസം ശരിക്കും എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. A nation is a stable community of people formed on the basis of a common language, territory, history, ethnicity, or a combination of factors. This is the basic definition of a nation. അതായത് ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒന്നെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് കാണും, അല്ലെങ്കിൽ ഒരു കൾച്ചർ കാണും, ഒരു എത്തനിസിറ്റി കാണും, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി കാണും. ഇപ്പോൾ ഇന്ത്യയെ എടുത്ത് നോക്കുകയാണെങ്കിലും പല രീതിയിലുള്ള ഭാഷകളുണ്ട്, മതങ്ങളുണ്ട്, കൾച്ചേഴ്സ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളിവിടെ ഇന്ത്യയെ ഒരു നേഷനായിട്ട് പറയുന്നു. കാരണം എന്താണ്? കൂടുതലും നമുക്ക് ആ ഒരു ഷെയർഡ് ആയിട്ടുള്ളൊരു കോമൺ ഹിസ്റ്ററി ഉണ്ട്. അത് തന്നെയാണ് ഒരു നേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, കൾച്ചർ. അതുമാത്രമല്ല കൂടുതൽ സമയവും ഇത് ഒരു ഡെമോക്രസി ആയിരിക്കും. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി കാണും. ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ആ ഒരു അധികാരം ചെലുത്തുന്നതായിട്ട്. And it can also vary in size from small closely knit communities to large diverse population within a country. It could be an independent state recognized by the international community such as UK or Japan, or they can be subnational entities within a larger state. For example, Scotland in UK and Quebec in Canada. And the term nation is often used interchangeably with country or nation state. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് നേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് കാണും, പെർമനൻ്റ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ കാണും, കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ കാണും, അധികമോ ഫാക്ടേഴ്സ് കാണും. എന്താണ് ആ ഫാക്ടേഴ്സ്? ലാംഗ്വേജ് ആകാം, കൾച്ചർ ആകാം, ബിലീഫ്സ് ആകാം, റിലീജിയൻ ആകാം, എത്നിസിറ്റി ആകാം, ഹിസ്റ്ററി ആകാം. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നാഷണലിസം എന്നുള്ളതാണ്. Nationalism is a political ideology and movement that emphasize the interest, culture and identity of a particular nation or a group of people. അപ്പോൾ ഈ ഒരു നേഷന് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഐഡിയോളജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഐഡൻറ്റിറ്റിയെ എംഫസൈസ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ഇത് മാത്രമാണ്. അവിടെ ഒരു പേട്രിയോട്ടിസം കാണും, ലോയൽറ്റി ആൻഡ് ഡിവോഷൻ ടു വൺസ് ഓൺ നേഷൻ. അത് പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. കൾച്ചറൽ മൂവ്മെൻറ്റ്സ് ആകാം, സിവിക് റൈറ്റ്സ് ആകാം, എത്തനിക് റൂൾസ് ആകാം, അല്ലെങ്കിൽ റിലീജിയസ് കോഡ് ആകാം. ഇങ്ങനെ പല രീതിയിൽ ആ ഒരു പേട്രിയോട്ടിസം, ആ ഒരു രാജ്യത്തോടുള്ളൊരു സ്നേഹം നമുക്ക് ആ ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. എഗെയിൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ആ ഒരു നാഷണലിസം എന്ന് പറയുന്നതിന് ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് കാണാം, അല്ലെങ്കിൽ ഹിസ്റ്ററി കാണാം, കസ്റ്റംസ്, ട്രഡീഷൻ, റിലീജിയൻ വരെ കാണാം. The basic idea is that a nation's people should have the right to govern themselves and determine their own destiny. അതുതന്നെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ സമയത്തും നമ്മുടെ ഇന്ത്യൻ നാഷണലിസം എന്നൊരു കാര്യം ആ ഒരു സമയത്ത് പ്രൊമോട്ടായി വന്നിരുന്നു. എല്ലാവരും, ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്നൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ പല ഭാഷകളുണ്ട്, പല കൾച്ചേഴ്സ് ഉണ്ട്, പല റിലീജിയൻ ഉണ്ട്. എന്നാൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യൻസ് എന്നുള്ളൊരു ലേബലിൽ എല്ലാവരും ഒരുമിച്ച് വന്നു. കാരണം എന്താണ്? കോമൺ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഒരു സഫറിങ് അത് കോമൺ ആയിട്ടാണ് നമ്മൾക്ക് ഉള്ളത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും. മാത്രമല്ല ഈ ഒരു ഐഡിയ, അതായത് ഒരു രാജ്യത്തെ ഭരിക്കേണ്ടത്
ആ രാജ്യത്തെ ആൾക്കാർ തന്നെയാണ്, അവിടെ ഉള്ളവർക്കാണ് ആ ഒരു രാജ്യത്തെ ഗവേൺ ചെയ്യാനുള്ള പൂർണ്ണ അധികാരം എന്നുള്ളൊരു ഐഡിയ. ഇതിൽ നിന്നാണ് നാഷണലിസം എന്നുള്ളൊരു ഐഡിയ ജനറലി വരുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നേഷൻ ആൻഡ് നാഷണലിസം. ഇനി ഞാൻ പറഞ്ഞു, ഈ ഒരു വർക്കിൽ ഹൂസ് ഇമാജിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വർക്കിൽ പാർത്ഥ ചാറ്റർജി ക്രിട്ടിസൈസ് ചെയ്യുന്നത് ബെനഡിക്റ്റ് ആൻഡേഴ്സന്റെ ഒരു ഇമാജിൻ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു വർക്കാണ്. ഈ ഒരു വർക്ക് 1983 പബ്ലിഷ് ആവുന്നത്. ഇറ്റ് ഇസ് കൺസിഡേർഡ് വൺ ഓഫ് ഹിസ് സെമിനൽ വർക്ക്സ്. ഈ ഒരു വർക്കിനെയാണ് ചാറ്റർജി ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ഓബ്വിയസ്ലി നമുക്ക് ഈ ഇമാജിൻ കമ്മ്യൂണിറ്റി, അതായത് ആൻഡേഴ്സന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. So the Imagine Community, which was published in 1983, considered as the seminal work of Benedict Anderson, explored the concept of nationalism and the formation of nation state. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ നാഷണലിസം എന്താണെന്ന് ആദ്യമേ പറഞ്ഞത്. കാരണം ഈ കോൺസെപ്റ്റിനെ തന്നെയാണ് ആൻഡേഴ്സൺ ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. So according to Anderson, nations are simply imagined communities. That is, they are socially constructed entities where people perceive themselves as part of a shared community despite never meeting most of its fellow members. And also explore the role of print capitalism and how it played a major role in creating a shared narrative, fostering a national identity, and also the standardization of language, again contributing to the formation of a national identity. And about the decline of religious and dynasty ties, fostering a sense of solidarity among people, and also emphasize the role of technological advancement. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ആൻഡേഴ്സന്റെ ആ ഒരു ഇമാജിൻ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു 1983 ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നേഷനെ അദ്ദേഹം വിളിക്കുന്നത് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. അതായത് ഈ ഒരു ബോർഡേഴ്സ്, ഒരു രാജ്യത്തിന് ബോർഡേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബോർഡേഴ്സ് ഇൻവിസിബിൾ ആണ്, നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തതാണ്. സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നേഷൻ സ്റ്റേറ്റ്, അതുപോലെ ഈ ബോർഡേഴ്സ് എല്ലാം തന്നെ. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ സ്വയം അവരെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വിചാരിക്കുന്നു. പക്ഷേ ഐറണി എന്ന് പറയുന്നത് പലപ്പോഴും ആ രാജ്യത്തെ ഒരു നേഷൻ്റെ ഭാഗമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ പോലും ആ ഒരു നേഷനിൽ താമസിക്കുന്ന ബാക്കി എല്ലാവരെയും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഞാനൊരു ഇന്ത്യനാണ്, പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഭാഷകളും എനിക്കറിയത്തില്ല, ഇന്ത്യയിലെ എല്ലാ കൾച്ചറും എനിക്കറിയത്തില്ല. മാത്രമല്ല ഇന്ത്യയിലെ ഓരോ ഇന്ത്യനെയും ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല, പേഴ്സണലി എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ഞാനൊരു ഇന്ത്യൻ ആണെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ആണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി എനിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഒരു ഇമാജിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് പ്രിന്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. കാരണം അഗെയിൻ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു നേഷൻ എടുക്കുമ്പോഴും എല്ലാവരെയും കണ്ടുമുട്ടിയിട്ടില്ല, എന്നാലും നമ്മൾ ആ ഒരു രാജ്യത്തെ ഭാഗമാണ്, ആ രാജ്യത്തിലെ പൗരനാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്, ആ ഒരു ബിലീഫ് നമുക്കുണ്ട്. അത് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ഈ ഒരു ബിലീഫിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം പ്രിന്റ് ക്യാപിറ്റലിസമാണ്. ലാംഗ്വേജ്, അതുപോലെ തന്നെ പ്രിന്റിംഗ് പ്രസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും മാത്രമല്ല ബാക്കി ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, അങ്ങനത്തെ പല മൂവ്മെൻറ്റ്സും ഈ ഒരു നാഷണലിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നത് അവരുടെ രാജ്യത്തെ ഭരിക്കാനുള്ള അധികാരം അവർക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനത്തെ ലിറ്ററേച്ചറും ആ ഒരു റോളിലേക്ക് വരുന്നത്. കാരണം അഗെയിൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഇവിടെ സ്വദേശത്തിലെ ഓരോ പത്രങ്ങളും ജേർണൽസും എല്ലാം അച്ചടിക്കുകയുണ്ടായി. അതിലൂടെ അവർ പ്രൊമോട്ട് ചെയ്തത് ഇതേ ഇന്ത്യൻ നാഷണലിസമാണ്. നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം നമ്മൾ എടുക്കണം, ബ്രിട്ടീഷുകാർക്ക് യാതൊരു അധികാരമില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഐഡിയാസാണ് ആ ഒരു ന്യൂസ് പേപ്പേഴ്സിലൂടെയും ജേർണൽസിലൂടെയും അതുപോലെ തന്നെ വർക്ക്സിലൂടെ. നോവൽ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, നോവൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനത്തെ പല ലിറ്റററി ജേർണൽസും ഈ നാഷണലിസം ഐഡിയ ആണ് പ്രൊമോട്ട് ചെയ്തത്. ഇത് എല്ലാവരിലും എത്തുകയും ചെയ്തു.
കാരണം ഒരുപക്ഷെ നമുക്ക് ഒരു രാജ്യത്തുള്ള എല്ലാവരെയും പേഴ്സണലി കണ്ടുമുട്ടാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എല്ലാവരിലേക്കും ഒരേപോലെ ആ ഒരു നാഷണലിസം ഐഡിയ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തത് ലിറ്ററേച്ചർ തന്നെയാണ്, ലാംഗ്വേജ് തന്നെയാണ്. ആ ഒരു ഐഡിയ ആണ്, ആ ഒരു കോൺസെപ്റ്റാണ് ആൻഡേഴ്സൺ ഇവിടെ പറയുന്നത്. കാരണം പ്രിന്റ് ക്യാപിറ്റലിസം വന്നപ്പോഴേക്കും നാഷണലിസം പ്രൊമോട്ടഡായി, പോപ്പുലറായി. അങ്ങനെ ആ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഡൈനാസ്റ്റി റൂൾ അതുവരെ ഉണ്ടായിരുന്ന സമയത്ത് അത് തകർന്നടിയുകയാണ്. വേൾഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ, അതുപോലെ ഒട്ടോമൻ എംപയർ, ഇങ്ങനത്തെ ഒരുപാട് എംപയേഴ്സ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് എംപയർ, ഇതെല്ലാം തന്നെ ഈ ഒരു നാഷണലിസം പ്രൊമോട്ട് ചെയ്ത് വന്നതിന് ശേഷം തകർന്നടിയുകയാണ്. അങ്ങനെയാണ് ആ ഒരു രാജ്യത്തെ ആൾക്കാരുടെ ഉള്ളിൽ ഈ ഒരു ഐഡന്റിറ്റി, ഈ ഒരു യൂണിറ്റിയുടെ ഒരു തോന്നൽ ഉണ്ടാവുകയും ഈ ഒരു എംപയറിന്റെ ഡിക്ലൈൻ അവിടെ കാണുകയും പകരം അതേ നേഷൻസ്, അതേ കോളനീസ് ഒരു നേഷനായി വരികയും ചെയ്തത്. So basically his work offer a comprehensive analysis of nationalism as a modern phenomenon, historical development, cultural dynamic and ideological underpinning. ഓക്കെ, ഇതാണ് ആൻഡേഴ്സന്റെ വർക്ക്. ഇനി ആൻഡേഴ്സൺ പറയുന്ന കുറച്ച് കോൺസെപ്റ്റ്സിനെയാണ് പാർത്ഥ ചാറ്റർജി ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹൂസ് ഇമാജിൻ കമ്മ്യൂണിറ്റി എന്ന 1993 വർക്കിൽ. കാരണം ഇതിൽ മെയിനായിട്ട് ചാറ്റർജി ചെയ്യുന്നത്, ആൻഡേഴ്സൺ പറയുന്നത് ഒരു വേൾഡ് വ്യൂവിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും, പക്ഷേ മൾട്ടി ലാംഗ്വേജ്, മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഇന്ത്യ പോലത്തുള്ളൊരു മഹാരാജ്യത്ത് ഈ കോൺസെപ്റ്റ്സ് അതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഐഡിയ ആണ് ചാറ്റർജി പറയുന്നത്. So Chatterjee mainly criticizes Anderson's concept of imagined community, particularly in the context of post-colonial societies like India. He argues that European model of nationalism, based on print capital and homogeneous national cultures, does not fully apply to the diverse and complex social landscape of post-colonial nation. പാർത്ഥ ചാറ്റർജി പറയുന്ന ഒരു കാര്യം, ആൻഡേഴ്സന്റെ ഒരു ഇമാജിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതലും ഒരു യൂറോപ്യൻ മോഡൽ ആണെന്നാണ് പറയുന്നത്. കാരണം യൂറോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹൊമോജീനിയസ് ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അങ്ങനത്തെ ഒരു മൊണാർക്കിക്കൽ റൂളാണ്. അങ്ങനത്തെ രീതിയിലൊരു ഹോമോജിനിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ലാംഗ്വേജ്, ഒരു റിലീജിയൻ, ഒരു രീതിയിലുള്ള കൾച്ചർ. അപ്പോൾ ഒരു യൂറോപ്യൻ മോഡൽ ഓഫ് നാഷണലിസം ആണ് ശരിക്കും ബെനഡിക്റ്റ് ആൻഡേഴ്സൺ പറയുന്നത്. പക്ഷെ ഇന്ത്യ പോലത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൊളോണിയൽ നേഷൻ എടുത്ത് നോക്കുമ്പോൾ ഇത് അതേപടി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മളൊരു മൾട്ടി ലിംഗ്വിസ്റ്റിക്, മൾട്ടി കൾച്ചറൽ ആയിട്ടൊരു നേഷനാണ്. നമ്മൾക്ക് ഹോമോജിനിറ്റി ഇല്ല. പല ലാംഗ്വേജസും, പല റിലീജിയൻസും, പല കൾച്ചേഴ്സും എല്ലാം തന്നെ ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു നേഷനിൽ ഈ ഒരു യൂറോപ്യൻ മോഡൽ ഓഫ് നാഷണലിസം അതേപടി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ചാറ്റർജി പറയുന്നത്. അതാണ് ഫസ്റ്റ് ക്രിട്ടിക്. ദ സെക്കൻഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണലിസം. ചാറ്റർജി പറയുന്നത് ഒറ്റൊരു നാഷണലിസം ഇല്ല. അതാണ് യൂറോപ്യൻ മോഡൽ ഓഫ് നാഷണലിസം ഹോമോജീനിയസ് ആണ്, ഒറ്റൊരു കെട്ടാണ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമല്ല, ഇവിടുത്തെ വരുന്ന മെയിൻ ഡിഫറൻസ് എലൈറ്റ് നാഷണലിസം ആൻഡ് സബാൾട്ടേൺ നാഷണലിസം. അങ്ങനത്തെ ഒരു ഡിവിഷനാണ് ചാറ്റർജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലൈറ്റ് നാഷണലിസം പ്രൊപ്പഗേറ്റഡ് ബൈ ദ റൂളിംഗ് ക്ലാസ് ആൻഡ് ഇൻ്റലക്ച്വൽ ഇലൈറ്റ്, ആൻഡ് ദി സബാൾട്ടേൺ നാഷണലിസം which emerges from the everyday practice and lived experience of ordinary people. അപ്പോൾ ഈ ഒരു രണ്ട് നാഷണലിസം ചാറ്റർജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലൈറ്റ്, ഓബ്വിയസ്ലി പേരിൽ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൂളിംഗ് ക്ലാസ് ഏതാണോ, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഇലൈറ്റ് ആയിട്ട്, പ്രിവിലേജ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഏതാണോ, അവർക്കൊരു സെപ്പറേറ്റ് നാഷണലിസം ആയിരിക്കും. അതുപോലെ തന്നെ ഓർഡിനറി പീപ്പിൾസിന് ഒരു സബാൾട്ടേൺ നാഷണലിസം ആയിരിക്കും. സബാൾട്ടേൺ മീനിങ് ദേ ആർ മാർജിനലൈസ്ഡ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, സോ അങ്ങനത്തെ രീതിയിലുള്ള രണ്ട് നാഷണലിസം ആണ് ശരിക്കും ഇന്ത്യയിൽ കൂടുതലും പ്രോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്നതെന്നാണ് ചാറ്റർജി പറയുന്നത്. ഈ രണ്ട് നാഷണലിസത്തിൻ്റെ ഇൻട്രാക്ഷൻ അതെങ്ങനെയാണ് ഒരു നേഷൻ ബിൽഡിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു നാഷണലിസത്തിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിലാണ് ഉണ്ടാകുന്നത്. വി ക്യാൻ ടേക്ക് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾസ്, കോളേജസ്. അവിടെ കൂടുതലും
കുട്ടികൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ആ ഒരു ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടുതലും ആ ഒരു ഇലൈറ്റ് നാഷണലിസം ബേസ് ചെയ്താണ്. റൂളിംഗ് ക്ലാസ് എന്താണോ അവരാണ് തീരുമാനിക്കുന്നത് എഡ്യൂക്കേഷനിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ റൂളിംഗ് ക്ലാസ്സിൻ്റെ ഒരു ബിലീഫ് അനുസരിച്ചായിരിക്കും ടെക്സ്റ്റുകൾ മാറി വരുന്നത്. അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവർ മാറ്റുന്നു. അതുപോലെ തന്നെ ആ ഒരു അവരുടെ ബിലീഫ്, പോപ്പുലർ ആയിട്ടുള്ള ഇലൈറ്റ് ബിലീഫ് എന്താണോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓൾസോ ഫാമിലി ആൻഡ് സൊസൈറ്റി, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടുതലും ഇലൈറ്റ് നാഷണലിസം നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ അവിടെ മാർജിനലൈസ്ഡ് ആയി പോകുന്ന ആരുടെ ഒരു നാഷണലിസമാണ്? ദ സബോൾട്ടേൺ നാഷണലിസം, ദി എക്സ്പീരിയൻസ് ഓഫ് ദി ഓർഡിനറി പീപ്പിൾ. അവർക്ക് കൂടുതലും ഒരു വോയിസ് ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ അവരുടെ ബിലീവ്സ് അവിടെ സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടി വരുന്നു. ആൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ഇറ്റ് ഈസ് ദിസ് interaction between elite and subaltern nationalism that actually determine whether a nation would be a democracy or a dictatorship. And then the book explored the lingering effect of colonialism on the construction of national identity and citizenship in the post-colonial nation. Chatterjee പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പോഴും ഇത്രയും ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഇത്രയും വർഷത്തിനപ്പുറവും നമ്മളിപ്പോഴും യൂറോപ്യൻ ഐഡിയോളജിയിൽ ജീവിക്കുന്നവരാണ്. ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോഴും നമ്മളിപ്പോഴും യൂറോപ്പിനെയാണ് ആലോചിക്കുന്നത്. അവരുടെ ഒരു മോഡലാണ് നമ്മളിപ്പോഴും ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. നമ്മുടെ ഡ്രസ്സിങ് ആയിക്കൊള്ളട്ടെ, മോഡേൺ ഫാഷൻ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിങ്, അതെല്ലാം പറയുമ്പോഴും പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പോഴും നമ്മൾ വെക്കുന്നത് ആ ഒരു യൂറോപ്യൻ മോഡലിനെയാണ്. ലിറ്ററേച്ചർ എടുക്കാം, മൂവീസ് എടുക്കാം, ഡ്രസ്സിങ് എടുക്കാം, ഫാഷൻ എടുക്കാം, അതുപോലെ തന്നെ സ്പോർട്സ്, അങ്ങനത്തെ പല ഫീൽഡിലും ഇപ്പോഴും യൂറോപ്പിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ഒരു സുപ്പീരിയോറിറ്റി കാരണം എന്താണ്? നമ്മളിപ്പോഴും ആ ഒരു ഐഡിയോളജിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇപ്പോഴും ആ ഒരു സുപ്പീരിയോറിറ്റി തന്നെ നമ്മൾ കൊടുക്കുന്നതും ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ജീവിക്കുന്നതും. അതാണ് ചാറ്റർജി പറയുന്നത്, അതായത് ദ ലിങ്കറിങ് എഫക്റ്റ് ഓഫ് കൊളോണിയലിസം. So he analyzed how colonial institution and ideologies and hierarchy continue to influence the dynamic of power and inclusion or exclusion within nation communities. ഇപ്പോഴും നമ്മൾ ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് അതെന്താണ്, റഷ്യൻ മോഡൽ ആണ് അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ ആണ് എന്ന് പറയുന്നത്. വൈ? ബിക്കോസ് ഓബ്വിയസ്ലി വി ആർ കൺസിഡറിങ് ദം എ സുപ്പീരിയർ. അതുകൊണ്ടല്ലേ അവരുടെ ഒരു മോഡൽ അത്രയും സുപ്പീരിയർ ആണ്, അത്രയും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരുടെ പേരിൽ ആ ഒരു രാജ്യത്തിൻ്റെ പേരിൽ മോഡൽ എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അതേ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ നോക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി ദാറ്റ് ഐഡിയ. അപ്പോൾ അതാണ് ചാറ്റർജി പറയുന്നത്. അങ്ങനെയുള്ളൊരു സുപ്പീരിയോറിറ്റി നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇപ്പോഴും കൊളോണിയലിസത്തിൻ്റെ ഒരു എഫക്റ്റ് എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ആ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു കാര്യം ചാറ്റർജി പറയുന്നുണ്ട്. Next, he discuss how citizenship is negotiated and contested within the framework of post-colonial nationalism. He examines the exclusionary practices that marginalize certain groups such as ethnic minorities, religious communities, and indigenous people from full participation in the imagined community of the nation. ഇത് ആ ഒരു സബോൾട്ടേൺ നാഷണലിസത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് എങ്ങനെയാണ് സബോൾട്ടേൺസ് ആയിട്ട് വരുന്ന എത്നിക് മൈനോറിറ്റീസ്, റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ഇൻഡിജീനിയസ് പീപ്പിൾ, ഇവരെല്ലാം തന്നെ ഇപ്പോഴും മാർജിനലൈസ്ഡ് ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഇലൈറ്റ് നാഷണലിസം പ്രൊമോട്ട് ആവുകയാണ്. ആ ഒരു അധികാരമുള്ളവരുടെ വാക്കിനാണ് അവിടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അവരുടെ ബിലീവ്സ് ആണ് ഇപ്പോഴും പ്രൊമോട്ടായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു നേഷൻ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റി വേണം. അങ്ങൊരു ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആകാൻ പാടില്ല. പക്ഷെ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഓർഡിനറി പീപ്പിൾ കുറേയൊക്കെ മാർജിനലൈസ്ഡ് ആയി പോകുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതൊക്കെയാണ്. മൈനോറിറ്റീസും, എല്ലാ രീതിയിലും മൈനോറിറ്റീസും നേറ്റീവ്സും ആണ്.
So they are being excluded from participating in the imagined community of the nation, and this is something that Chatterjee points out in this book. And lastly, he also highlights the hybrid and diverse nature of national identity in the post-colonial society, emphasizing the plurality of cultural, linguistic, and religious affiliation that shape people's sense of belonging. He argues that post-colonial nationalism must account for this diversity and accommodate multiple forms of identity and belonging. അതായത് ഈ ഒരു ഹൈബ്രിഡിറ്റിയും ഡൈവേഴ്സിറ്റിയും അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞ ഒരു പോയിന്റാണ്, അതായത് ഇന്ത്യ പോലത്തുള്ള മഹാരാജ്യം എടുക്കുകയാണെങ്കിലും ഈ ഒരു ഹൈബ്രിഡിറ്റിയാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു നാഷണലിസം എന്ന് പറയുന്നത്, പോസ്റ്റ് കൊളോണിയൽ നാഷണലിസം എങ്ങനെയുള്ളതായിരിക്കണം? ഈ ഒരു ഹൈബ്രിഡിറ്റിയും ഈ ഒരു ഡൈവേഴ്സിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പും മാർജിനലൈസ്ഡ് ആയി പോകാതെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാഷണലിസം ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇറ്റ് ഷുഡ് ബി സംതിങ് that can accept and accommodate multiple forms of identity and belonging. Okay. So in conclusion, the book Whose Imagined Community offers a nuanced analysis of nationalism in post-colonial context, challenging conventional understanding of nation building and identity formation while exploring the complex interplay between colonial legacy, elite politics and subaltern aspiration. സോ അതാണ് എനിക്ക് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നേഷൻ എന്താണ് ഒരു ഐഡിയ ഉണ്ട്, നാഷണലിസം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ കോൺസെപ്റ്റ്സ്, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് ചാറ്റർജി ഈ കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ ഒരു കൊളോണിയലിസത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു ഇലൈറ്റ് പൊളിറ്റിക്സിൻ്റെ പോപ്പുലാരിറ്റി പറഞ്ഞു, എങ്ങനെയാണ് സബോൾട്ടേൺ നാഷണലിസം മാർജിനലൈസ്ഡ് പോകുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ അബൌട്ട് ദി ഹൈബ്രിഡിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ദാറ്റ് ഈസ് നെസസറി ഫോർ എ നേഷൻ സച്ച് ആസ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർക്കിലെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഇതൊരു ഓവർവ്യൂ ആണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. If yes, do like the video and share your opinion as well. It would mean a lot to me. And if you're watching this video for the first time, do consider subscribing the channel as well. I'll see you in the next video. Thank you.